നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നത് BA എക്കണോമിക്സിനും BA ഇംഗ്ലീഷിനും 4ാം സെമസ്റ്ററിൽ വരുന്ന സാഹിത്യവും മാനവികതയും എന്ന പേപ്പറിലെ അധ്യായങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന അധ്യായം ചർച്ച ചെയ്യാനാണ്. മൊഡ്യൂൾ 1 സമൂഹവും മാനവികതയും എന്നതാണ് മൊഡ്യൂൾ 1-ന്റെ പേരായിട്ട് വരുന്നത്. ബേസിക്കലി ഈ ടെക്സ്റ്റ് വരുന്നത് തന്നെ ലിറ്ററേച്ചർ ആൻഡ് ഹ്യൂമാനിറ്റി, സാഹിത്യത്തിലെ മാനവിക ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു സെമസ്റ്ററിലെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. അതിലെ മാനവികമായിട്ടുള്ള ആശയങ്ങൾ സത്യം, ധർമ്മം, നീതി, ദയ, കാരുണ്യം, അതുപോലെ അഴിമതി ഇല്ലായ്മ, അഹിംസ, ഇത്തരത്തിൽ വരുന്ന എല്ലാ മാനവീയ ആശയങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളിലേക്ക്, പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പാഠപുസ്തകത്തിന്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. ആധുനിക മനുഷ്യരുടെ ഇടയിൽ വളരെ അധികം മൂല്യച്യുതികളും ധാർമ്മിക ശോഷണവും, അതുപോലെ മനുഷ്യനെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പുസ്തകത്തിന്റെ പ്രസക്തി വളരെ വലുതാണ് എന്നതാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പരീക്ഷകൾക്ക് ഉപരിയായിട്ട് വിദ്യാർത്ഥികളിലേക്ക് ഒരു സത്ചിന്ത, ഒരു സദ്ബോധം ഉണ്ടാക്കിയെടുക്കുക, മികച്ച പൗരന്മാരാക്കുക എന്നതാണ് ഈ ഒരു പാഠപുസ്തകത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന അധ്യായത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ അധ്യായം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രചിച്ച അധ്യായമാണ്. അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് എല്ലാവർക്കും പൊതുവെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഭാരതത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടാണ് അദ്ദേഹത്തെ നാം ആദരിക്കുന്നത്. അദ്ദേഹം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പഠനാവശ്യത്തിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ പോയിരുന്നു. ഒരുപാട് കാലം അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ വർണ്ണവിവേചനത്തിനെതിരെയൊക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കിട്ടിയ വിദ്യാഭ്യാസവും ആശയങ്ങളും ഒക്കെ കൊണ്ടാണ് അക്കാലത്ത് ബ്രിട്ടന്റെ കോളനിയായി നിലനിന്നിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് പറയുന്ന ലക്ഷ്യവുമായിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി. നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള സമരങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആദർശം എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അഹിംസയിലൂന്നിയ ഒരു ജീവിത മാർഗമാണ് അദ്ദേഹം ലക്ഷ്യമാക്കിയത്. അദ്ദേഹത്തിന് ഒരു ആദർശ രാഷ്ട്ര സങ്കല്പമൊക്കെ ഉണ്ട്. ആ ആദർശ രാഷ്ട്ര സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ മൂല്യമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് സത്യസന്ധത, സത്യം എന്നതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈശ്വര വിശ്വാസ സങ്കല്പങ്ങളെ കുറിച്ചും ഈ ഒരു പാഠഭാഗത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു മതത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു മുൻഗണന നൽകുന്നില്ല. എല്ലാ മതവും പറയുന്നത് സത്യത്തെയാണ്. യഥാർത്ഥത്തില് മതവിശ്വാസങ്ങളിലെ ദൈവം എന്നത്, അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നത് സത്യത്തെയാണ് മുൻനിർത്തുന്നത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈശ്വര വിശ്വാസം എന്നത് സത്യമാണ് ഈശ്വരൻ എന്നതാണ് പറയുന്നത്. അതായത് ഈശ്വരൻ സത്യമാണ്, അതുപോലെ സത്യം തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങളുടെ പേരുകൾക്കോ പ്രസക്തിയില്ല. സത്യം എന്ന് പറയുന്ന ആദർശത്തിനാണ് അവിടെ അദ്ദേഹം പ്രസക്തി നൽകുന്നത് എന്നതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളിലെയും ആരാധനകളെ കുറിച്ച് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ഉള്ള ദൈവങ്ങൾക്കും നിരവധിയായിട്ടുള്ള നാമങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്നത് സ്നേഹമാണെന്നാണ് അദ്ദേഹം കണക്കാക്കുന്നത്. സ്നേഹവും സത്യവുമാണ് എന്നാണ് പറയുന്നത്. ആ സ്നേഹവും സത്യവും മനുഷ്യൻ തേടി പിടിക്കേണ്ടതാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത്. ആ ഒരു അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ജീവനും പോലും അദ്ദേഹം നൽകാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അദ്ദേഹം പറയുന്നുണ്ട്, മതത്തിന്റെ പേരിൽ ധാരാളം ആളുകൾ തമ്മിലടിക്കുന്നു. ശാസ്ത്രത്തിന്റെ പേരിൽ ധാരാളം വന്യമൃഗങ്ങളെ, മിണ്ടാപ്രാണികളെ ക്രൂരമായിട്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നു. ഇവിടെയെല്ലാം മറന്നു പോകുന്നത് സത്യം എന്ന് പറയുന്ന ആദർശവും സ്നേഹം എന്ന് പറയുന്ന ആദർശവുമാണെന്ന് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നാസ്തികരായിട്ടുള്ള ആളുകൾ, അതായത് ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ, അവർ പോലും സത്യത്തെ അംഗീകരിക്കേണ്ടതായി വരും എന്നാണ് പറയുന്നത്. സത്യം എന്നത് നിലനിൽക്കുന്ന, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു മൂല്യമാണ് എന്നാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത്. അതായത് സത്യം മാത്രമാണ് എല്ലാ കാലത്തും നിലനിൽക്കുകയുള്ളൂ. സത്യമേവ ജയതേ എന്ന് പറയുന്ന വേദമന്ത്രത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹൈന്ദവതയിലെ സനാതനവും ഇസ്ലാമിലെ ദൈവസങ്കല്പവും ക്രിസ്തു മതത്തിലെ ദൈവസങ്കല്പവും ഒന്നിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അത് സത്യമാണ്, സത്യമാർഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസികളായ ആളുകൾ പരസ്പരം മത്സരിക്കുന്നതും പരസ്പരം കൊല്ലുന്നതും യഥാർത്ഥത്തില് സത്യനിഷേധമാണ് ചെയ്യുന്നത്. ആ ദൈവത്തെ പങ്കിലമാക്കുകയാണ്, ആ ദൈവവിശ്വാസങ്ങളെ ചോരക്കളമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഗാന്ധിജി ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ ഈ ഒരു ആദർശ രാഷ്ട്ര സങ്കല്പം സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ഈ ഒരു സത്യമാർഗം ലോകത്തിലുള്ള ആളുകൾ അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് സത്യ ഉപാസകരായിട്ടുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഭൂരിഭാഗം ആളുകളും ഹിംസയിലും അസത്യത്തിലും ആകൃഷ്ടരായി ജീവിക്കുകയാണ്, സ്വാർത്ഥതയ്ക്കായി ജീവിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവരിലേക്കൊരു പ്രബോധനം എന്ന പോലെ ഒരു വെളിച്ചമായിട്ടാണ് ഈ ഒരു അധ്യായം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിന്റെ രത്ന ചുരുക്കമായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ദൈവം എന്നത് സത്യം എന്ന് പറയുന്ന ഒരു മൂല്യം ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു മതമോ അല്ലെങ്കിൽ ഒരു മത ചിഹ്നമോ മതബിംബമോ ഒന്നും അവിടെ ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അധ്യായത്തിൽ നിന്നും മിക്കവാറും ചില ചോദ്യങ്ങൾ വരും. അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്, അത്തരത്തിലുള്ള വൺ വേർഡുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സത്യവിശ്വാസത്തെ കുറിച്ചുള്ള ചെറിയ കുറിപ്പുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അധ്യായം ഒന്ന് മനസ്സിരുത്തി വായിക്കുകയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ അധ്യായത്തിൽ നിന്നും ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അനായാസം
അതിന് ഉത്തരം എഴുതാൻ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.